ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് ഭയങ്കരം തന്നെ. പിന്നെ മരം വെട്ടാറിന് പിന്നെ എന്തൊരു വരില്ല. എന്റെ തള്ള, എന്റെ പൊന്ന് തള്ള, ഇടപെട്ട് തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരാണ്, ഒരു കൂലിപ്പണി മുറിക്കുന്ന ആളാണ്, തോളിലെടുക്കുന്ന ആളാണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇവരുടെ ഉപജീവന മാർഗമെന്നാണ് എല്ലാ ചാനലിലൂടെയൊക്കെ ഇപ്പൊ പറയുന്നത്. അവൻ പറയുന്നതിൽ വാസ്തവമുണ്ട് സജ്ജി. സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല. ഒന്നും ഉണ്ടാക്കാനല്ല, അതൊരു സിദ്ധിയാണ്, ഒരു തപസ്യാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തി മാർഗത്തിലുള്ളതാണ് സമാധി. ശരീരത്തിൽ 4 ചതവുകളിലാണ് അസ്വാഭാവികതയുള്ളത്. ഇടതു നെറ്റിയിൽ വലിയ ചതവുണ്ട്. മൂക്കിന്റെ ഭാഗത്തും ചെവിയുടെ പിന്നിൽ തലയിലുമായി മറ്റു 3 ചതവുകൾ കൂടിയുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അച്ഛനെ ഞാൻ തച്ചുകൊന്ന് വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ടു കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച് പൊന്നുമോളെ, സത്യം ശിവന്റെ നടയില് നിങ്ങള് എന്റെ പൊന്ന് തള്ളയെ പറയുന്ന കേക്ക്. അറിയാത്ത തള്ള ചൊറിയുമ്പോഴറിയും. ആ ക്ഷേത്രമാണ്, നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞങ്ങളെ സത്യം തെളിയും, സത്യമേത ജഗതേ ജയഹേ ജനതേ എന്നൊക്കെ പറയുന്നു ഞാൻ. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം.